ഈ വീഡിയോയിൽ മൈക്രോ മാക്രോ എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എൻവയോൺമെൻറ്റിനെയാണ് മാക്രോ മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതെപ്പോഴും പുതിയ പുതിയ അവസരങ്ങൾ കമ്പനിക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസും അതേപോലെ ആ ഓഡിയൻസിൽ നിന്നും കൃത്യമായിട്ട് മാർക്കറ്റിംഗ് നടത്തി അവരിൽ കൊണ്ട് ബൈ ചെയ്യിച്ചു അവരിൽ നിന്നും കൃത്യമായ ഒരു പ്രോഫിറ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. ഓൺലൈനും ഓഫ്ലൈനും മാർക്കറ്റിംഗ് രീതികളും തീർച്ചയായും കുറേയധികം വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഓഡിയൻസിൽ എങ്ങനെ പ്രോഡക്റ്റ് കൊടുക്കുന്നു, അവരിൽ നിന്ന് എങ്ങനെ പ്രോഫിറ്റ് കൊടുക്കുന്നു എന്നതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു കമ്പനിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തീർച്ചയായും അതിൻ്റെ മൈക്രോ മാക്രോ ഫാക്ടേഴ്സിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കമ്പനിക്ക് വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് മൈക്രോ മാക്രോ എൻവയോൺമെൻറ്റ് അനാലിസിസ് കമ്പനി നടത്തുന്നത്. ഒരു കമ്പനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തുമ്പോൾ അവരൊരു ഫ്രെയിം വർക്ക് അവർക്കുണ്ടാകും. അപ്പം അതിനകത്ത് 5 ഭാഗങ്ങളാണുള്ളത്, അല്ലെങ്കിൽ 5 ഫേസസ് ആണുള്ളത്. ഈ 5 ഫേസസും ചെയ്യുമ്പോഴാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ആ ഫ്രെയിം വർക്ക് പൂർണ്ണമാവുന്നത്. ഈ 5 ഭാഗങ്ങളെ ഇങ്ങനെ പറയാം. ആദ്യം അസസ്മെൻറ്റ് ഫേസ്, രണ്ടാമത് സ്ട്രാറ്റജി ഫേസ്, മൂന്നാമത്തേത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ചാനൽ മിക്സ് ഫേസ്, നാലാമത്തേത് ഓപ്പറേഷൻസ് ഫേസ്, അഞ്ചാമത്തേത് റിഫൈൻമെൻറ്റ് ഫേസ്. അപ്പോൾ ആദ്യം അസസ്മെൻറ്റ് നടത്തി, അതിനുശേഷം ഡിജിറ്റൽ സ്ട്രാറ്റജി തീരുമാനിച്ച്, അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്തണം, ചാനൽ എന്തൊക്കെ വേണം എന്നത് തീരുമാനിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആൻഡ് ചാനൽ മിക്സ് ഫേസ് നടത്തി. അതിനുശേഷം ഓപ്പറേഷൻ ഫേസിലാണ് ഡിജിറ്റൽ ക്യാമ്പയിനിങ്, മൾട്ടി ചാനൽ ക്യാമ്പയിനിങ് ഒക്കെ ഉള്ളത്. ക്യാമ്പയിനിങ് ചെയ്ത് ട്രാക്ക് ചെയ്ത ശേഷമാണ് അവസാനത്തെ ഫേസായ റിഫൈൻമെൻറ്റ് ഫേസിലോട്ട് വരുന്നത്. അവിടെ വെബ് അനാലിറ്റിക്സ് പോലെ ഉള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അതിനെ വിലയിരുത്തുകയാണ് റിഫൈൻമെൻറ്റ് ഫേസിൽ ചെയ്യുന്നത്. വീണ്ടും വരുന്നത് അസസ്മെൻറ്റ് ഫേസിൽ തന്നെയാണ്. അപ്പോൾ അസസ്മെൻറ്റ്, സ്ട്രാറ്റജി, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ചാനൽ മിക്സ് ഫേസ്, ഓപ്പറേഷൻസ് ഫേസ്, റിഫൈൻമെൻറ്റ് ഫേസ്, ഇങ്ങനെ 5 ഘട്ടങ്ങളിൽ പോകുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന ഘട്ടമാണ് അസസ്മെൻറ്റ് ഫേസ്. അതിനകത്ത് 4 കാര്യങ്ങളാണ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ എക്കോസിസ്റ്റം അനാലിസിസ്, അതുപോലെ ഇൻറ്റേർണൽ എക്കോസിസ്റ്റം അനാലിസിസ്, ഡിജിറ്റൽ പ്രസൻസ് അനാലിസിസ്, ഒബ്ജക്റ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിവ്യൂ. അപ്പോൾ അസസ്മെൻറ്റ് ഫേസിൽ 4 അനാലിസിസിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ് ഇൻറ്റേർണൽ എക്കോസിസ്റ്റം അനാലിസിസ്. അപ്പോൾ ഇൻറ്റേർണൽ അനാലിസിസിന് ശേഷമാണ് എക്സ്റ്റേണൽ അനാലിസിസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ അനാലിസിസിൽ 2 തരമാണുള്ളത്. ഒന്ന് മൈക്രോ മാക്രോ എൻവയോൺമെൻറ്റും അനാലിസിസും ഉണ്ട്, പിന്നെ ഒന്ന് മാർക്കറ്റ് സിറ്റുവേഷൻ അനാലിസിസ് ഉണ്ട്. അതിനുശേഷമാണ് ഡിജിറ്റൽ പ്രസൻസ് അനാലിസിസും ഒബ്ജക്റ്റീവ് ഡെവലപ്മെൻറ്റ് റിവ്യൂവും ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ അനാലിസിസിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ് മാക്രോ മൈക്രോ എൻവയോൺമെൻറ്റ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം, മാക്രോ മൈക്രോ എൻവയോൺമെൻറ്റ് അനാലിസിസ്. ഇതാണ് മൈക്രോ മാക്രോ എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഫിഗർ. ഇവിടെ അകത്ത് ഇൻറ്റേർണൽ എൻവയോൺമെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് കമ്പനിക്കുള്ള ഒബ്ജക്റ്റീവ്സും സ്ട്രക്ചറലെല്ലാം ഉണ്ടാവും. അതിന് പുറത്താണ് മൈക്രോ എൻവയോൺമെൻ്റ് ഉള്ളത്. മൈക്രോ എൻവയോൺമെൻറ്റിനകത്ത് പ്രധാനമായും 4 ഘടകങ്ങളാണുള്ളത്. ഒന്ന് കസ്റ്റമേഴ്സ്, 2 പാർട്ട്നേഴ്സ്, 3 സപ്ലയേഴ്സ്, 4 ഇൻ്റർമീഡിയറീസ്. അപ്പോൾ ഇങ്ങനെയുള്ള 4 ഘടകങ്ങളാണ് മൈക്രോ എൻവയോൺമെൻറ്റിനകത്തുള്ളത്. അതിന് പുറത്താണ് ശരിക്കും പറഞ്ഞാൽ മാക്രോ എൻവയോൺമെൻറ്റ് ഉള്ളത്. മാക്രോ എൻവയോൺമെൻറ്റിനകത്ത്
4 ഘടകങ്ങളെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന് പൊളിറ്റിക്കൽ, 2 എക്കണോമിക്കൽ ഫാക്ടേഴ്സ്, 3 സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, 4 ടെക്നോളജിക്കൽ ഫോഴ്സസ്. ഇങ്ങനെയുള്ള 4 ഘടകങ്ങളാണ് മാക്രോ എൻവയോൺമെൻറ്റിനകത്തുള്ളത്. അപ്പോൾ അകത്ത് മൈക്രോ എൻവയോൺമെൻറ്റിനകത്ത് 4 ഘടകങ്ങൾ, അപ്പുറത്ത് മാക്രോ എൻവയോൺമെൻറ്റിനകത്ത് 4 ഘടകങ്ങൾ. ഇതിനെക്കുറിച്ചാണ് വിശദമായി നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ 8 ഘടകങ്ങളെ അനാലിസിസ് നടത്തിയാൽ നമുക്ക് ഇന്ത്യൻ അനാലിസിസിൻ്റെ ഒരു ഭാഗം തീർന്നു എന്ന് പറയാം. ആദ്യത്തേത് പൊളിറ്റിക്കൽ എന്താണെന്ന് നോക്കാം. മാക്രോ എൻവയോൺമെൻറ്റിനകത്താണ് പൊളിറ്റിക്കൽ വരുന്നത്. ഒരു രാജ്യത്ത് പൊളിറ്റിക്കൽ ഇവൻസ് ഉണ്ട്. ഓരോ പൊളിറ്റിക്കൽ ഇവൻസും അവിടുത്തെ കമ്പനികളെ ബാധിക്കുന്നുണ്ട്. ഒരു കമ്പനിക്ക്, ഒരു ബിസിനസ് സ്ഥാപനത്തിന് തുടങ്ങാനും അതുപോലെ അതിൻ്റെ വളർച്ച കൈവരിക്കാനും ആ രാജ്യത്തെ പൊളിറ്റിക്കൽ ഇവൻസുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. എല്ലാ രാജ്യത്തും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാറുണ്ട്. ചില രാജ്യത്തെല്ലാം നമുക്കറിയാം അത് വളരെ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ചില കമ്പനികളിൽ, ചില രാജ്യങ്ങളിൽ ബിസിനസ് തുടങ്ങാൻ ബുദ്ധിമുട്ടുമാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഓരോ സ്റ്റേറ്റ്സിലും അവരുടേതായ റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവിടെ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ പറ്റുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരു ഭാഗമുണ്ട്, എല്ലാ സംസ്ഥാനത്തും ഉണ്ട്, സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എന്ന് പറയും, SEZ. അത് കമ്പനികൾക്ക് എളുപ്പത്തിൽ ചുരുങ്ങിയ ചിലവിൽ കൂടുതൽ ഫെസിലിറ്റിയോടെ കമ്പനി തുടങ്ങാനുള്ളൊരു ഭാഗങ്ങളാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ്. ഇൻഫർമേഷൻ ടെക്നോളജി, IT, സോഫ്റ്റ്വെയർ ഔട്ട്സോഴ്സിംഗ് ആണ് SEZൻ്റെ ഒരു ഭാഗം, പ്രധാന ഭാഗം. അപ്പോൾ കമ്പനികൾക്ക്, എൻ്റർപ്രനേഴ്സിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SEZ ഉള്ളത്. അവർക്ക് ലാൻഡ്, ബിൽഡിംഗ്, അതുപോലെ വളരെ ചെറിയ ചീപ്പായിട്ടുള്ള പ്രൈസസിനകത്ത് കൊടുക്കുകയും അതുവഴി അതിനെ നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു ഭാഗമാണ് SEZ എന്നൊക്കെ പറയുന്നത്, സ്പെഷ്യൽ എക്കണോമിക് സോൺ. അപ്പോൾ ഇതേപോലെ ഉള്ള പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് എല്ലാ രാജ്യത്തുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇവിടെ പൊളിറ്റിക്കൽ മാക്രോ സ്റ്റഡിക്കകത്ത് നടത്തുന്നത്. ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഏതൊരു കച്ചവട ബിസിനസ് സ്ഥാപനത്തിനും അവരുടെ സ്ഥാപനം എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ധാരണ കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഇവിടെ. ഒരു ബിസിനസ് സ്ഥാപനം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ അവരെ ബാധിക്കുന്ന കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവിടെ ഇമെയിൽ മാർക്കറ്റിങ്ങും അതേപോലെയുള്ള മാർക്കറ്റിംഗ് രീതികളെല്ലാം, കുക്കീസ്, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ രാജ്യത്തെ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തെ വ്യക്തിയുടെ അവകാശം ആ രാജ്യത്താണ് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വരുന്ന കുറച്ച് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് കൂടി ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ട്വിറ്റർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോകത്തെ ഏറ്റവും മികച്ച ഒരു പേഴ്സണൽ മാർക്കറ്റിംഗ് ആണ് ട്വിറ്റർ. ഇന്ന് ട്വിറ്റർ തുടങ്ങിയപ്പോൾ അത് ചെറുതായിരുന്നു, ഒരു 140 ക്യാരക്ടർ ടൈപ്പ് ചെയ്യാൻ മാത്രമുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് സാധാരണ തുടങ്ങിയത്. പക്ഷെ ട്വിറ്റർ തുടങ്ങിയപ്പോൾ ഒരു വ്യത്യാസം ലോകത്ത് സംഭവിച്ചത്, എല്ലാ രാജ്യത്തും നമുക്കറിയാം
പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകളുണ്ട്. പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും പ്രൊട്ടസ്റ്റിസ്റ്റും എല്ലാം ഉണ്ട്. അവർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമായി ട്വിറ്റർ മാറി. ഇപ്പോൾ ഒരു രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ലീഡർ അദ്ദേഹത്തിന് തോന്നിയ ഒരു കാര്യം ട്വിറ്ററിൽ കുറിച്ചു എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എല്ലാം അവർക്ക് ന്യൂസ് പേപ്പറിൽ കുറിക്കുന്ന പോലെ തന്നെ അവർക്ക് അവരുടെ ആശയങ്ങൾ, അവർക്ക് തോന്നിയ കാര്യങ്ങൾ ട്വിറ്ററിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ആ പൊളിറ്റിക്കൽ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഫാക്ടേഴ്സ് എല്ലാം ഈ പൊളിറ്റിക്കലിനകത്ത് വരും. ഇപ്പോൾ ടെക്നോളജിക്കലായിട്ട് വരുന്ന കാര്യങ്ങൾ കൂടി ഇവിടെ ചില പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണ പൊളിറ്റിക്കൽ ഇവൻറ്റ്സായിട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേത് എക്കണോമിക് ആണ്. മാക്രോയിലെ രണ്ടാമത്തെ ഘടകം എക്കണോമിക്. ഒരു രാജ്യത്തെ എക്കണോമിക് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എക്കണോമിക്കിനകത്ത് വരുന്നത്. ഇപ്പോൾ എക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള ഗ്രോത്ത് റേറ്റ്, അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം, അതുപോലെ ആ രാജ്യത്തുള്ള ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്കുകളെ ബാധിക്കുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആ രാജ്യത്തെ ഏജൻസികൾ തന്നെയാണ്, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഏജൻസികൾ തന്നെയാണ് ഇതെല്ലാം പ്രഖ്യാപിക്കുന്നത്. കൂടാതെ ഇൻഫ്ലേഷൻ ഉണ്ട്. എക്കണോമിക് കാര്യങ്ങളാണ് ഇൻഫ്ലേഷൻ ഉള്ളത്. അപ്പോൾ ഒരു രാജ്യത്തെ ഇൻഫ്ലേഷൻ എത്രയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയാൻ എളുപ്പത്തിൽ കഴിയും. പിന്നെ ഇന്ന് ഗ്ലോബലൈസേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കുറേ കാര്യങ്ങൾ കൂടി ഇവിടെ വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് FDI, എത്ര സാമ്പത്തികമായിട്ട് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്നുണ്ട്, FDI. അതുപോലെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, പിന്നെ ഈയിടെയായിട്ട് കുറേ അധികം കാര്യങ്ങളിലൂടെ വന്നിട്ടുണ്ട്. സീഡ് ആക്സിലറേറ്റേഴ്സ്, അതേപോലെ ഹെക്കാത്തൺ, അത് ടെക്നോളജിക്കലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കോഡിംഗ് ഇവൻറ്റ്സ് ഇന്ന് ഒത്തിരി നടക്കുന്നുണ്ട്, അതാണ് ഹെക്കാത്തൺ. ഇപ്പോൾ ടെക്നോളജിക്കൽ കമ്പനീസ് അതിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഫണ്ടിങ് ഉണ്ട്. ഫണ്ടിങ് ഇപ്പോൾ തുടങ്ങണം, അതിൻ്റെ വളർച്ച, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ കൂടാതെ ഒരു രാജ്യത്തെ ഇ-കൊമേഴ്സ്, അതെല്ലാം അവിടുത്തെ എക്കണോമിക്കലായിട്ടുള്ളൊരു സിസ്റ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പം നല്ലൊരു ഫൈനാൻഷ്യൽ എക്കോ സിസ്റ്റം ഒരു രാജ്യത്തിന് വേണ്ടതാണ്. നല്ലൊരു ഫൈനാൻഷ്യൽ എക്കോ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇ-കൊമേഴ്സ് പോലുള്ള കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ആ ഒരു അനാലിസിസിനെയാണ് എക്കണോമിക് ഫാക്ടറായിട്ട് പറയുന്നത്. അടുത്തത് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സാണ്. ഒരു സമൂഹത്തിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സ്ട്രക്ചർ നമുക്കറിയണം. അതേപോലെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന മോറൽസ് എന്താണ്, എത്തിക്സ് എന്താണ്, സോഷ്യോ കൾച്ചറൽ വാല്യൂസ് എന്താണ്, അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ കൃത്യമായ രീതിയിൽ കമ്പനികൾക്ക് അവിടെ അവരുടെ ബിസിനസ് നടത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപഭോക്താവ് എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് ഇത് തിരിച്ചറിയാൻ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് അവിടെ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സ്ട്രാറ്റജി അങ്ങോട്ട് കൊടുക്കാൻ കഴിയും. അവരുടെ ബ്രാൻഡിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അതുപോലെ അതിനെ ബന്ധപ്പെട്ടുകൊണ്ടാണ് കസ്റ്റമർ പ്രോഡക്ട്സ് വാങ്ങുന്നത്. അപ്പോൾ ഇതിനെ തിരിച്ചറിയാനായിട്ടാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ്, അതിലെ കസ്റ്റമറിൻ്റെ ആ കൂട്ടത്തിൽ നിന്നും എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് സ്ട്രക്ചർ എന്നെ ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർക്ക് അവിടെ
കച്ചവടം ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്നു. അടുത്ത പ്രധാന ഘടകം ടെക്നോളജിക്കൽ ഫോഴ്സസ് ആണ്. നമുക്കറിയാം ഇന്നത്തെ ടെക്നോളജി ഒരു പ്രധാനപ്പെട്ട പങ്കാണ് ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വഹിക്കുന്നത്. അപ്പോൾ എല്ലാ മാക്രോ ഫാക്ടേഴ്സിലും വെച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ടെക്നോളജി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ കഴിയും ഓട്ടോമേഷൻ ടൂൾ വെച്ചുകൊണ്ട്. അതേപോലെ ട്രെൻഡ്സ് കണ്ടുപിടിക്കണം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. ഇപ്പോൾ ഗൂഗിൾ വഴി സെർച്ച് ചെയ്യാൻ സെർച്ച് അൽഗരിതംസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച അൽഗരിതം ഏതാണ്? അതേപോലെ അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച ടെക്നോളജി എന്താണ്? അതേപോലെ പുതിയ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നു. ലിനക്സ്, വിൻഡോസ് എല്ലാം ഉണ്ട്, മാക് എല്ലാം ഉണ്ട്. അപ്പോൾ ഒത്തിരി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം ഉള്ളപ്പോൾ നമ്മളെ തിരഞ്ഞെടുക്കണം നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വോയിസ് ആയിട്ട്. അതേപോലെ ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിലേത് തിരഞ്ഞെടുക്കണം. അതിൽ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഏറ്റവും മികച്ച മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ് നമ്മളെ കമ്പനിയെ സംബന്ധിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അവിടെ നമുക്കൊരു ബിസിനസ് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു ടെക്നോളജി അവിടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ചിലവുണ്ട്, സമയമുണ്ട്. അതേപോലെ സമയം ഒത്തിരി കൂടുതൽ ചിലവാക്കിയാൽ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ടെക്നോളജി ആവശ്യമായിട്ടുള്ള സമയം കളയുക. ആ കളയുന്ന സമയത്തിനനുസരിച്ച് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടണം. കൂടാതെ റിസോഴ്സസ് ഉണ്ട്, റിസോഴ്സസിനെയും കൃത്യമായ രീതിയിൽ ഉപയോഗിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ടെക്നോളജിക്കൽ ഫാക്ടറായിട്ടാണ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് മൈക്രോ എൻവയോൺമെൻറ്റിനെ കുറിച്ച് നോക്കാം. അപ്പോൾ മാക്രോ എൻവയോൺമെൻറ്റിനെക്കാട്ടും കുറച്ചുകൂടി അടുത്ത് വരുന്ന ഫാക്ടേഴ്സാണ് മൈക്രോ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്. അപ്പോൾ ഒന്നുകൂടെയും ക്ലോസ് ആയിട്ടുള്ള കുറേ ഘടകങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തേത് കസ്റ്റമേഴ്സ് തന്നെയാണ്. സാധാരണ കസ്റ്റമേഴ്സിനെ തന്നെയാണ് മെയിൻ ചെയ്യുന്നത്. ഒരു കസ്റ്റമറെ നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. അതിനുവേണ്ടി കൃത്യമായ ഒരു കസ്റ്റമർ സെഗ്മെൻറ്റ്സിന് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞ ശേഷം അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു. ബന്ധം സ്ഥാപിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേയധികം ചാനൽസ് ഉണ്ട്. ഈ ചാനൽസിൽ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ആ കൃത്യമായ കസ്റ്റമർ സെഗ്മെൻറ്റിനെ നമ്മൾ തിരിച്ചറിയുന്നു. അതിനുശേഷം പ്ലാറ്റ്ഫോംസും അതുപോലെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ സാധാരണ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെ തന്നെ ചെയ്യുന്നു. അതിനുശേഷം കസ്റ്റമറുടെ ഇൻട്രാക്ഷൻസ് നമ്മൾ നോക്കുന്നു. അതിൽ ഏറ്റവും മികച്ചതിനെ തിരഞ്ഞെടുക്കുന്നു. ഇതൊക്കെയാണ് കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. കസ്റ്റമറെ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ രീതികൾ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതിനെ കൃത്യമായി തിരിച്ചറിയുന്ന രീതിയാണ് ഇവിടെ കസ്റ്റമർ അനാലിസിസിനകത്ത് ചെയ്യുന്നത്. അടുത്തത് സപ്ലയേഴ്സാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കസ്റ്റമേഴ്സാണ്. അതിനുശേഷമുള്ള 3 കാറ്റഗറീസാണ് സപ്ലയേഴ്സ്, പാർട്ട്നേഴ്സും പിന്നെ ഇൻ്റർമീഡിയറീസ് ഉള്ളത്. അപ്പോൾ സപ്ലയേഴ്സ് എന്നുള്ള അതിൻ്റെ നിർവചനത്തിന് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. പണ്ട് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആയിരുന്നപ്പോൾ നമ്മൾ പറയും സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടേക്ക് വേണ്ട റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ട പ്രൊഡക്ട്സിനെ കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ സപ്ലയേഴ്സ് എന്ന് പറഞ്ഞിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനകത്ത്. ഇപ്പോൾ വെയർ ഹൗസിങ്, പ്രൊഡക്ഷൻ, ഡെലിവറി, മാർക്കറ്റിംഗ്, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്നും.
ഡിജിറ്റലിലോട്ട് വന്നപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം മാറി പുതിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയപ്പോൾ കുറേ മാറ്റങ്ങൾ. ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇൻ്റർമീഡിയറ്റേഴ്സിൻ്റെ ആവശ്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ ഒരു പ്രോഡക്റ്റ് കസ്റ്റമർക്ക് എത്തിക്കാം. ചിലപ്പോൾ ഒരു സൈറ്റിൽ നിന്ന് നേരിട്ടായിരിക്കും ചിലപ്പോൾ സപ്ലയർക്ക് കിട്ടാതെ ചിലപ്പോൾ കസ്റ്റമർക്ക് കിട്ടുന്നത്. ഇവിടെ സപ്ലയറെ സ്ഥാനം എന്താണ്, ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ സപ്ലയർ എന്താണ്, പ്രൊഡ്യൂസർ എന്താണ്, സെല്ലർ എന്താണ്, അത് മാറിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവർ ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സപ്ലയേഴ്സ് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ പഴയ ലൈൻ സ്ട്രക്ചറെല്ലാം മാറി, ഹയറാർക്കി മാറി, പുതിയ രീതിയിൽ ടെക്നോളജി വഴിയുള്ള പുതിയ രീതിയിലുള്ള ഹയറാർക്കികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വരുത്തണം. ഈ ഘടകങ്ങളാണ് മൈക്രോ ഫാക്ടറായിട്ട് സപ്ലയർ അസസ്മെൻറ്റിനകത്ത് ചെയ്യുന്നത്. അടുത്ത മൈക്രോ ഫാക്ടർ പാർട്ട്നേഴ്സാണ്. രണ്ട് കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈപ്പായി അവർക്ക് രണ്ടുപേർക്കുമുള്ള ശക്തി അത് ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് കൊണ്ടുപോകുന്നതിനാണ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ബിസിനസ് പാർട്ട്നേഴ്സ്. രണ്ട് കമ്പനിക്കും അവരുടേതായ ശക്തികളുണ്ട്. അപ്പോൾ അത് കോമ്പറ്റീഷൻ അല്ല ഇവിടെ നടക്കുന്നത്. പകരം അവരൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വഴി, പാർട്ട്ണർഷിപ്പ് വഴി അവരുടെ മാർക്കറ്റിംഗ് ബിസിനസ് രംഗത്തെ പുരോഗമിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ടെക്നിക്കാണ് പാർട്ട്നേഴ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സ് ആരാണെന്ന് കണ്ടെത്തണം. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാർട്ട്നേഴ്സിനെ നമ്മൾ കണ്ടെത്തി നമ്മൾ അവരെ സഹായിക്കണം, അവർ നമ്മളെ തിരിച്ച് സഹായിക്കണം. അപ്പോൾ അതിന് വേണ്ട കസ്റ്റമർ ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരു കസ്റ്റമർ സെഗ്മെൻറ്റ്, ഓരോ കസ്റ്റമറെ തിരിച്ചറിയണം. ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവരെ സമീപിക്കുന്നു. അപ്പോൾ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ കുറച്ച് പേരെ നമുക്ക് ഉപയോഗിക്കാമെങ്കിൽ ചിലപ്പോൾ കസ്റ്റമർ ഡാറ്റ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ആ ഡാറ്റ വഴി നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉദ്ദേശം ഇതാണ്, കൃത്യമായ ബൈയിങ് കസ്റ്റമേഴ്സിനെ നമ്മൾ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ തിരിച്ചറിയുന്നു. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ, ബൈയിങ് കസ്റ്റമേഴ്സിനെ നമ്മൾ തേർഡ് പാർട്ടി ഡാറ്റ വഴി എടുക്കുന്ന ഒരു രീതി കൂടി പാർട്ട്നേഴ്സ് തമ്മിൽ ചെയ്യാറുണ്ട്. കാരണം ചിലപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിക്ക് അവരുടെ കയ്യിൽ ഡാറ്റ ഓൾറെഡി ഉണ്ടെങ്കിൽ, കസ്റ്റമറുടെ ഡാറ്റ ഉണ്ടെങ്കിൽ അവരെ വേണമെങ്കിൽ വേറൊരു കമ്പനിക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ചിന്താഗതിയാണ് ഇവിടെ പാർട്ട്നേഴ്സായിട്ട് അസസ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മളെ ആർക്കൊക്കെ സഹായിക്കാൻ കഴിയും, വേറെ കമ്പനികൾക്ക് സഹായിക്കാൻ കഴിയും. കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടല്ല, പാർട്ട്നേഴ്സായിട്ട് ഈ ഒരു അസസ്മെൻ്റാണ് ഇവിടെ നടത്തുന്നത്. അടുത്ത മൈക്രോ ഫാക്ടറായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇൻ്റർമീഡിയറീസ് ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇൻ്റർമീഡിയറീസ് ഉണ്ട്. ചില വെബ്സൈറ്റ്സ് എല്ലാം ഉണ്ട്, അവർ നേരിട്ടൊന്നും ചെയ്യുന്നില്ല, പകരം മറ്റുള്ള സൈറ്റുകളെ ലിസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇൻ്റർമീഡിയറ്റ്സ് ആയിട്ട് ചെയ്യുന്നത്. പണ്ട് ട്രഡീഷണൽ മാർക്കറ്റിംഗ് നടത്തിയിരുന്നപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തിയിരുന്നപ്പോഴെല്ലാം ഇതിനിടയ്ക്ക് വരുന്നൊരു ഇൻ്റർമീഡിയറ്റ്സ് ഒന്ന് ലോജിസ്റ്റിക് കമ്പനികളാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടെല്ലാം ഉണ്ട്, ഫ്ലിപ്കാർട്ടുണ്ട്, അതുപോലെ ആമസോൺ എല്ലാം ഉണ്ട്. ഇതെല്ലാം വലിയ കമ്പനീസാണ്, അല്ല ഇ കൊമേഴ്സ് കമ്പനികളാണ്. അവരവരുടെ പ്രൊഡക്റ്റിനെ ഇ കൊമേഴ്സ് ഇൻ്റർനെറ്റ് വഴി വ്യാപാരം ചെയ്യുന്ന കമ്പനികളാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് കുറേയധികം ലോജിസ്റ്റിക് കമ്പനികൾ വന്നിട്ടുണ്ട്.
അത് പ്രധാനമായും ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഇവരുടെ ഫ്ലിപ്കാർട്ട്, ആമസോണിൻ്റെ എല്ലാം ഇൻ്റർമീഡിയറ്റ്സ് ആയിട്ടാണ് ഈ ലോജിസ്റ്റിക് കമ്പനികൾ വർക്ക് ചെയ്യുന്നത്. പ്രധാന ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക. ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നോ ചൈനയിൽ നിന്നോ എല്ലാം നമ്മുടെ കൈകളിൽ എത്തിച്ചേരുമ്പോൾ അത് എങ്ങനെ ഈ ചുരുങ്ങിയ ചിലവിൽ ഇവിടെ എത്തുന്നു എന്ന് നോക്കിയാൽ അത് ഈ ലോജിസ്റ്റിക് കമ്പനികൾ കാരണമാണ്. അതൊരു ഇൻ്റർമീഡിയറി കമ്പനീസ് ഉണ്ട്. ഒരിക്കലും ആമസോൺ അല്ല നമുക്ക് പ്രോഡക്റ്റ് ഇങ്ങോട്ട് എത്തിക്കുന്നത്, അതിനിടയിലുള്ള ഇൻ്റർമീഡിയറീസ് ആണ്. അപ്പോൾ അത് കമ്പനീസ് തന്നെയാണ്. അവർ അവരുടെ ബിസിനസ് ചെയ്യുന്നു, പക്ഷെ അത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും മൈക്രോ മാക്രോ എൻവയോൺമെൻറ്റിനകത്തുള്ളത്. മാക്രോ കമ്പനിയുമായും കുറച്ച് അകന്നു നിൽക്കുന്ന ഫാക്ടേഴ്സാണ് പൊളിറ്റിക്കൽ, സോഷ്യൽ, കൾച്ചറൽ, ടെക്നോളജിക്കൽ, എക്കണോമിക്കൽ ഫാക്ടേഴ്സ്. മൈക്രോ ഒന്നുകൂടി അടുത്തിട്ടുള്ള ഫാക്ടേഴ്സാണ്: കസ്റ്റമേഴ്സ്, പാർട്ട്നേഴ്സ്, സപ്ലയേഴ്സ്, ഇൻ്റർമീഡിയറീസ്. അപ്പോൾ ഈ 8 ഘടകങ്ങളെ പഠിച്ചു കഴിയുമ്പോഴാണ് മൈക്രോ മാക്രോ അനാലിസിസ് കഴിയുന്നത്. ഇവിടെ 2ാം ഘട്ടം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ അനാലിസിസിൻ്റെ. പിന്നീട് അതിനുശേഷം വേറെ മാർക്കറ്റ് അനാലിസിസ് വേറെ നടത്തുന്നുണ്ട്. അതിനുശേഷം 2 ഫേസ് കൂടിയുണ്ട്. അത് കഴിയുമ്പോഴാണ് ആദ്യ അസസ്മെൻറ്റ് ഫേസ് അവിടെ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് ഫ്രെയിംവർക്ക് തീരുമാനിക്കാൻ നടത്തുന്ന ഒരു അനാലിസിസിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു കാര്യമാണ് മൈക്രോ മാക്രോ എൻവയോൺമെൻറ്റ് അനാലിസിസ്.